കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇലക്ട്രിക് കാറിൽ ഊട്ടി വരെ ഒന്ന് പോയി വന്നു. സാധാരണ പെട്രോൾ കാറിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുക. അതിരാവിലെ സുബഹിക്ക് മുമ്പായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കോട്ടക്കൽ, മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, വഴിക്കടവ്, ഗൂഡല്ലൂർ വഴി ആണ് ഞങ്ങൾ യാത്ര പോയത്. ഹൈ റേഞ്ച് ഏരിയ ആണ്, 2 ചുരം ആ റൂട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനി പറയുന്ന ആ റേഞ്ചൊന്നും കിട്ടൂല. ഇതൊരു ചെറിയ വാഹനമാണ്. 200 കിലോമീറ്ററാണ് ഒരു ഫുൾ ചാർജിൽ കമ്പനി പറയുന്ന റേഞ്ച്. ഇതിൻ്റെ മുകളിലുള്ള റേഞ്ചിലുള്ള കാറൊക്കെ 300, 400, 500 ഒക്കെ കിട്ടുന്ന കാറുകളാണ്. എടക്കര എത്തിയപ്പോൾ ഞങ്ങളൊന്നും കൂടെ റീചാർജ് ചെയ്തു കാർ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ നിർത്തി. ഒരു 30% ചാർജ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 70 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അതിരാവിലെ ആയിരുന്നു, റോഡ് തിരക്ക് കുറവായിരുന്നു, പിന്നെ AC ഇല്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ കഴിച്ചു. ചുരമൊക്കെ കയറി ഞങ്ങൾ ഗൂഡല്ലൂരെത്തി. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് തന്നെ ഒന്നും കൂടി ഫുൾ ചാർജ് ചെയ്തു. പിന്നീട് വലിയ ഊട്ടി ചുരം കയറാൻ പോവല്ലേ, അപ്പോൾ ഫുൾ ചാർജ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഊട്ടി ചുരം വളരെ മനോഹരമായി കയറി. പരിസ്ഥിതി സൗഹൃദമായി, ശബ്ദമലിനീകരണമില്ലാതെ, പുകയില്ലാതെ ഈ മനോഹരമായ മലനിരകളിലൂടെയുള്ള ഈ യാത്ര ഒരു വേറിട്ട അനുഭവമായിരുന്നു. നല്ല വൈബുള്ളൊരു സ്ഥലത്ത് വാഹനം നിർത്തി ഞങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന ഉച്ചഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്ന് കാറ് ഫുൾ ചാർജ് ചെയ്ത് ഇതാ ഊട്ടിയിലേക്ക് ഇവിടെ എത്തി. ചുരമൊക്കെ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഊട്ടി ലേക്കാണ് ഈ കാണുന്നത്. അതിന്റെ അടുത്തെത്തി. ഏകദേശം 50 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. 50 കിലോമീറ്റർ ചുരം കയറാൻ വേണ്ടി ഊട്ടിയിലെത്താൻ 50% ചാർജ് ആയിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ താമസ സ്ഥലമായ റിസോർട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ ഊട്ടിയിൽ തന്നെ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ചാർജിങ് സ്റ്റേഷനിൽ, അതിമനോഹരമായ ഒരു ചാർജിങ് സ്റ്റേഷനായിരുന്നു, അവിടെ പോയി ഫുൾ ചാർജ് ചെയ്തു. ഒരു 20% മുകളിൽ ചാർജ് അതിലുണ്ടായിരുന്നു. പിന്നീട് ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 300 രൂപ ആയിട്ടുണ്ട്. ഞങ്ങളിതാ ഊട്ടിയിൽ നിന്ന് മടങ്ങാണ്. ഇപ്പോൾ ഇതാ ഇവിടെ 85% ഉണ്ട് ഞങ്ങളുടെ ഇലക്ട്രിക് കാറിൽ. ഇനി AC ഓണാക്കാണ്. ഫുൾ ACയിൽ വീട്ടിൽ എത്ര ശതമാനം കൊണ്ട് എത്താൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ മടങ്ങുന്നത് പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തു നിന്നാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ പോകുന്നത്.
ഏകദേശം 150 കിലോമീറ്ററുകൾ പിന്നിട്ട് ഞങ്ങൾ ഇതാ വീട്ടിലെത്തിക്കഴിഞ്ഞു. 48% ബാറ്ററി ഇനിയും ബാക്കിയുണ്ട്. ഞങ്ങൾ 85% ഉണ്ടായപ്പോഴാണ് അവിടുന്ന് തിരിച്ചത്. അതും ഫുൾ AC-യിലാണ് കാറ് ഓടിയിരുന്നത്. എന്നിട്ടും 37% മാത്രമേ ചാർജ് ആയിട്ടുള്ളൂ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ആക്സിലറേറ്ററിൽ നിന്ന് കാൽ മാറ്റുമ്പോഴൊക്കെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും.